ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം 2024 ഒക്ടോബറിൽ തുടങ്ങിയ സംഭവമല്ല. 2017-18 മുതൽ GST എന്ന് തുടങ്ങിയ അന്ന് മുതൽ ഉള്ള ഒരു മെക്കാനിസമാണ് ഈ പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസം. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് വ്യാപാരികൾ ഇത്രയും ടെൻഷൻ അടിക്കുന്നു? ഡെയിലി നിരവധി ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഒരു 99% വ്യാപാരികളെയും അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ പ്രധാനമായിട്ട് 3 സെക്ഷനുകളാണുള്ളത്: 93, 94, 95. 93 എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ മുഖേന നോട്ടിഫൈ ചെയ്തിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങൾക്കുമാണ് നമ്മൾ റിവേഴ്സ് ചാർജ് അടച്ച് ക്ലെയിം ചെയ്യേണ്ടത്. അതിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന 4 തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസാണ്. ഒന്ന് 4/2017, 5/2017, 10/2017, 13/2017. പിന്നീട് ഒരു അമെൻമെൻറ്റ് പ്രകാരം 201/13/2023 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് സർവീസസിന് വേണ്ടിയിട്ടാണ്. ഈ 4/2017-ഉം 5/2017-ഉം ഗുഡ്സിനും ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം സർവീസിനുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മളുടെ അമെൻമെൻറ്റാണ് RCM ഓൺ റെൻറ്റ്. അതുകൂടാതെ നമ്മുടെ മെറ്റൽ സ്ക്രാപ്പിന് ഇപ്പോൾ പുതിയതായിട്ട് RCM കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 94-ൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഥകളുണ്ട്. തുടക്കം അൺരജിസ്റ്റേർഡ് പർച്ചേസ് ആയിട്ടുള്ള എല്ലാ അൺരജിസ്റ്റേർഡ് പർച്ചേസിനും, അതായത് സാധനങ്ങളും സേവനങ്ങളോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു രജിസ്റ്റേർഡ് സ്ഥാപനത്തിലേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് RCM അടക്കണം എന്നുള്ള നിയമമായിരുന്നു. 2019 സസ്പെൻഡ് ചെയ്തു. പിന്നീട് വീണ്ടും എനേബിൾ ചെയ്തു. ഇപ്പോൾ അത് റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ഒരു ഭാഗത്ത് മാത്രമാക്കി ഒതുക്കിയിരിക്കുന്നു. മൂന്നാമത്തുള്ളതാണ് സെക്ഷൻ 95. അത് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററെ ഉദ്ദേശിച്ചിട്ടുള്ള സെക്ഷനാണ്. ആ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററുടെ സേവനം നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അടക്കേണ്ട RCM ആണ് സെക്ഷൻ 95. RCM ഈ 3 ലെറ്റേഴ്സിൽ ഒതുക്കുകയാണെങ്കിലും അതിൻ്റെ സെക്ഷനും 3 ഒതുങ്ങുകയാണെങ്കിലും ഇത് ഒത്തിരി സെക്ഷനുകളും നോട്ടിഫിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണക്ട് ചെയ്ത് ആണ് ഈ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മുഷിപ്പ് വരും. അപ്പോൾ അത് കണക്ട് ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.